നമസ്കാരം കൂട്ടുകാരെ, 2011 പുറത്തിറങ്ങിയ രസകരമായൊരു ചലച്ചിത്രം നോക്കൌട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് മാത്യു മില്ലർ എന്ന പേരുള്ള ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. മാത്യു മില്ലർ അമ്മയ്ക്കൊപ്പം അന്ന് തന്റെ പുതിയ സ്കൂളിലേക്ക് വരികയായിരുന്നു. മാത്യു കുറച്ചധികം പാനിക്കാണ്. പുതിയ സ്കൂളാണല്ലോ, അവിടെ ബുള്ളിയിങ് ഒക്കെ ഉണ്ടാകുമോ എന്നവൻ ഭയന്നിരുന്നു. മാത്യുവിന്റെ അമ്മ അടുത്ത് മറ്റൊരു വിവാഹം കഴിച്ചതാണ്. സ്റ്റെപ്പ് ഫാദറിന്റെ ജോലി സ്ഥലത്തേക്ക് അവർ താമസം മാറി വന്നപ്പോൾ മാത്യുവിന് അങ്ങനെയായിരുന്നു പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടി വന്നത്. സ്റ്റെപ്പ് ഫാദറിനോട് മാത്യുവിന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എന്നിരുന്നാലും അമ്മയുടെയും സ്റ്റെപ്പ് ഫാദറിന്റെയും പ്രൊട്ടക്ഷനിലാണല്ലോ മാത്യു ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം അവന് മൂവ് ചെയ്യേണ്ടി വരികയായിരുന്നു. മാത്യുവിന്റെ ആദ്യ ദിവസം അത്ര സുഖകരമായി മാത്യുവിന് തോന്നുന്നില്ല. നിക്കെന്നൊരു പയ്യൻ 2 വട്ടം അവനെ ചെറിയ രീതിയിൽ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നിരുന്നാലും നിക്ക് പെട്ടെന്ന് മാത്യുവുമായി കൂട്ടുകൂടുകയാണ്. നിക്ക് തന്നെ സ്കൂളിലെ റൂബി എന്ന പെൺകുട്ടിയെയും മാത്യുവിന് പരിചയപ്പെടുത്തി. ശേഷം അവരൊന്നിച്ച് സംസാരിക്കുമ്പോൾ സ്കൂളിലുള്ള ഒരു എക്സ്ക്ലൂസീവ് ക്ലബിൽ ചേരുവാൻ മാത്യുവിനെ അവർ വിളിക്കുകയാണ്. പക്ഷേ മാത്യുവിന് അതിൽ വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. എന്നിരുന്നാലും തന്റെ കൂട്ടുകാർ പറയുന്നതാണല്ലോ, അതുകൊണ്ട് മാറ്റ് സമ്മതിക്കുന്നു. അന്ന് തന്നെ മാറ്റിന് അവരൊരു പരീക്ഷണവും കൊടുക്കുകയാണ്. സ്കൂളിലെ അറിയപ്പെടുന്ന ചെയർ ലീഡർ ആയിട്ടുള്ള ടെറേസയെ അവൻ പോയി ഡേറ്റിന് ക്ഷണിക്കണം. മാറ്റ് നേരെ ടെറേസയുടെ മുന്നിലേക്കെത്തി ടെറേസയുടെ അടുക്കൽ കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഡേറ്റിന് ക്ഷണിച്ചു. ഈ സമയത്തായിരുന്നു ഹെക്ടർ ടോറസ് എന്ന ടെറേസയുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. തന്റെ ഗേൾഫ്രണ്ടിനെ മറ്റൊരുത്തൻ ഡേറ്റിന് ക്ഷണിക്കുന്നു എന്ന് കണ്ടതും ഹെക്ടറിന്റെ ദേഷ്യം മിരിച്ചു കയറി. തന്റെ ഗേൾഫ്രണ്ടിനെ കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള ഒരു മണ്ടൻ ഗുണാഞ്ചൻ ടീസ് ചെയ്യുമ്പോലായിരുന്നു ഹെക്ടറിന് അനുഭവപ്പെട്ടത്. ഹെക്ടർ അവനെ ഇടിച്ചു വീഴ്ത്തി. മാറ്റിനെ ഏറെ ദുഃഖിപ്പിച്ച ഒരു സംഗതിയായിരുന്നു അത്. അന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയ മാറ്റ് തന്റെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് ഒരു ബുക്കും വായിച്ച് മുറിയിലിരിക്കാൻ തുടങ്ങി. ആ സമയമാണ് മുറിയിലേക്ക് അവന്റെ സ്റ്റെപ്പ് ഫാദർ വരുന്നത്. മാറ്റ് അപ്പോൾ തന്റെ മുത്തച്ഛന്റെ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാറ്റിന്റെ മുത്തച്ഛൻ ഒരു പഴയകാല ബോക്സറാണ്. അതുകൊണ്ട് തന്നെ ബോക്സിങ്ങിനോട് മാറ്റിന് വലിയ താല്പര്യവും ഉണ്ടായിരുന്നു. അകത്തേക്ക് വന്ന സ്റ്റെപ്പ് ഫാദർ മാറ്റിനോട് അടുപ്പം സ്ഥാപിക്കാനുള്ള വഴിയെന്ന മട്ടിൽ അവന്റെ ബോക്സിങ്ങിലെ താല്പര്യം തിരിച്ചറിഞ്ഞ് മുഹമ്മദ് അലിയുടെ ജീവിതകഥയടങ്ങിയ നല്ലൊരു പുസ്തകം അവന് ഗിഫ്റ്റ് ചെയ്യുകയാണ്. മാറ്റിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ആ ബുക്ക് അവനെ അത്രത്തോളം സന്തോഷിപ്പിച്ചു എന്ന് പറയാൻ കാരണമുണ്ട്. എവിടെ പോയാലും അവൻ ആ ബുക്ക് കൊണ്ടായിരുന്നു പോയിരുന്നത്. അടുത്ത ദിവസം സ്കൂളിലും അതേ ബുക്ക് കയ്യിൽ പിടിച്ചവൻ പോവുകയാണ്. മറുവശത്ത് നിന്ന് ഹെക്ടറും മറ്റും മാറ്റ് വരുന്നതും കണ്ടു. തലേ ദിവസം മാറ്റിനെ ഇടിച്ചെങ്കിലും ഹെക്ടറിന് അതുകൊണ്ടൊന്നും പോരായിരുന്നു. മാറ്റിനെ ബുള്ളി ചെയ്യാൻ അവർ മാറ്റിന്റെ അടുത്ത് ചെല്ലുകയാണ്. അവന്റെ ബുക്കിലേക്കും വസ്ത്രത്തിലേക്കും ആവത്തക്ക രീതിയിൽ ഹെക്ടർ കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക് കമഴ്ത്തുകയും ചെയ്തു. ഇതൊക്കെ ആ സ്കൂളിലെ തൂപ്പുകാരനും ക്ലീനറുമായിട്ടുള്ള ഡാൻ ബാൺസ് കാണുന്നുണ്ടായിരുന്നു. ബുള്ളിയും കണ്ടു നിൽക്കാൻ കഴിയാതെ ബാൺസ് അങ്ങോട്ടേക്ക് വരികയും ഹെക്ടറിനോട് ദേഷ്യപ്പെടുകയും അവർ അഴുക്കാക്കിയത് ക്ലീൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഹെക്ടറിനും മറ്റുള്ളവർക്കും ബാൺസിനോടൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താഴെ വീണ കപ്പെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് അവർ അവിടെ നിന്ന് തിരികെ പോകുന്നു. ബാൺസ് ആ സമയം മാറ്റിന്റെ കയ്യിലുള്ള ബോക്സിംഗ് ബുക്കും കണ്ടിരുന്നു. മാറ്റിന് ബോക്സിംഗിൽ താല്പര്യമുണ്ട് എന്ന് ചിന്തിച്ച അയാൾ മാറ്റിനോട് സ്കൂളിലെ ബോക്സിംഗ് ക്ലബിൽ ചേരുവാൻ നിർദ്ദേശിച്ചു. പക്ഷേ ബാൺസ് ഇല്ലാത്ത തക്കം നോക്കി ഹെക്ടറും കൂട്ടുകാരുടെ സംഘവും വീണ്ടും മാറ്റിനടുത്തേക്ക് എത്തുകയും മാറ്റിനെ ബുള്ളി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. തന്റെ ഫ്രണ്ട് അപകടത്തിലാണെന്ന് കണ്ട് മാറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിക്ക് മുമ്പിലേക്ക് വന്നെങ്കിലും നിക്കും ആക്രമിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. അവിടെ നടന്ന പ്രശ്നങ്ങളുടെ പേരിൽ പ്രിൻസിപ്പൽ ഓഫീസിലേക്കും മാറ്റും നിക്കും വിളിപ്പിക്കപ്പെട്ടു. അവരാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന പക്ഷത്തിൽ അവരെ സസ്പെൻഷനും വിധിച്ചു. ബുള്ളിയിങ്ങിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ബോക്സിംഗ് പഠിക്കണമെന്ന് മാറ്റിന് തോന്നുകയാണ്. അതുകൊണ്ട് വീട്ടിലെത്തിയ മാറ്റ് തന്റെ പാരന്റ്സിനോട് ബോക്സിംഗ് ജിമ്മിൽ ചേരുവാൻ അനുവാദം ചോദിച്ചു. പക്ഷേ മാറ്റിന്റെ പാരന്റ്സിന്, പ്രത്യേകിച്ച് അമ്മയ്ക്ക് അതിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതോടെ മാറ്റും അമ്മയും തമ്മിൽ വാക്കുതർക്കം സംഭവിക്കുകയാണ്. അമ്മ പറഞ്ഞ പോലെയേ താൻ എപ്പോഴും ചെയ്തിട്ടുള്ളൂ. അമ്മയെ പിൻപറ്റിയ താൻ ഇങ്ങോട്ടും വന്നത്. എന്നിട്ട് തന്റെ ഒരു ആഗ്രഹത്തിന് പോലും അമ്മ കൂട്ടുനിൽക്കുന്നില്ല എന്നൊക്കെയായിരുന്നു മാറ്റ് വാദിച്ചത്. ദേഷ്യപ്പെട്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്ന് അവൻ എഴുന്നേറ്റ് പോവുക പോലും ചെയ്തു. പിന്നീട് അമ്മ മാറ്റിന്റെ മുറിയിലേക്ക് വരികയാണ്. മാറ്റിനോട് അമ്മ സമാധാനത്തിൽ സംസാരിച്ചു. മാറ്റിന്റെ ആരോഗ്യത്തെപ്പറ്റിയായിരുന്നു അമ്മ കൂടുതൽ വറി ചെയ്തിരുന്നത്. ഏറെ അപകടമുള്ള ഒരു മത്സരമാണ് ബോക്സിംഗ് എന്ന് ചിന്തിച്ചിരുന്ന മനസ്സിലാക്കിയിരുന്ന അവർ മാറ്റിന് അപകടം പറ്റും എന്നായിരുന്നു ഭയപ്പെട്ടിരുന്നത്. പക്ഷേ മാറ്റ് തന്റെ POV അമ്മയോട് വിശദീകരിച്ചു. താൻ ബോക്സിംഗ് പഠിക്കുന്നത് കൂളായി ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാനല്ല, ബുള്ളിയിൽ നിന്ന് രക്ഷ നേടാനും തന്റെ മുത്തച്ഛനെ പോലെ അറിയപ്പെടുന്ന ഒരു ബോക്സർ ആവാനും വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പോഴും അമ്മ അതിനെ സമ്മതിക്കുന്നില്ല.
അമ്മയ്ക്ക് ആ റീസണൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അമ്മയുടെ ചെറിയൊരു മൗനാനുവാദം അവന് കിട്ടുന്ന പോലെ അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ മാറ്റ് അടുത്ത ദിവസം ബോക്സിംഗ് ക്ലബിലേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ പഠന രീതികളും ഫൈറ്റുമൊക്കെ കണ്ടതും തന്റെ സ്കില്ലുകൾ ഇംപ്രൂവ് ചെയ്യാനും സ്വപ്നം നേടിയെടുക്കാനും പറ്റുന്ന ഒരവസരം അവിടെയുണ്ട് എന്ന് മാറ്റ് ചിന്തിക്കുന്നു. പിന്നാലെ അങ്ങോട്ടേക്ക് കോച്ച് കടന്നു വന്നു. കോച്ച് ഹാർവാർഡ് കുട്ടികളോടൊക്കെയായി പറഞ്ഞു, വൈകാതെ ഐവ എന്നൊരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നുണ്ട്. സ്കൂളിൽ നിന്നും ഏറ്റവും മികച്ച 2 സ്റ്റാർ ബോക്സേഴ്സിനെ ആയിരിക്കും അതിലേക്ക് തിരഞ്ഞെടുക്കുക. അവരായിരിക്കും ടീമായി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതും. കോച്ച് ഹാർവാർഡ് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ഹെക്ടറും ഹെക്ടറുടെ സുഹൃത്ത് ജോയും കടന്നു വരികയാണ്. അവരെ കണ്ട് മാറ്റൊന്ന് ഞെട്ടുന്നുണ്ട്. പിന്നാലെ ഒരു കാര്യം വ്യക്തമാകുന്നു, ഹെക്ടറും ജോയും ബോക്സിംഗ് ക്ലബിലെ സ്റ്റാർ പ്ലെയേഴ്സ് ആണ്. അവരാണ് നിലവിൽ ബോക്സിംഗ് ക്ലബിൽ തന്നെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ളത്. ഹെക്ടർ അവിടെ ഉള്ളതുകൊണ്ട് ബോക്സിംഗ് ക്ലബിൽ നിന്നാൽ തന്റെ കാര്യം കഷ്ടത്തിലാകും എന്ന് ചിന്തിച്ച് ഒക്കെ അവസാനിപ്പിച്ച് പോകുവാൻ മാറ്റ് തീരുമാനിക്കുന്നു. മാറ്റ് അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴായിരുന്നു ബാൺസ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മാറ്റുമായി ബാൺസ് സംസാരിച്ചു. മാറ്റിന്റെ പേടിയൊക്കെ കണ്ടതും അങ്ങനെ തോറ്റ് പിന്മാറരുത് എന്ന് ബാൺസ് മാറ്റിനെ ഉപദേശിക്കുകയാണ്. പുതുതായി വന്നവർക്ക് വേണ്ടി ഹെക്ടറിനോടും ജോയോടും തങ്ങളുടെ സ്കില്ലുകൾ പ്രദർശിപ്പിക്കുവാൻ കോച്ച് ആവശ്യപ്പെടുന്നു. അവർ റിങ്ങിൽ കയറി ബോക്സിംഗ് ആരംഭിച്ചു. ബാൺസിന്റെ വാക്കുകേട്ട് തിരികെ എത്തിയിരുന്ന മാറ്റ് അത് നോക്കിക്കാണുന്നുണ്ട്. ആ ഫൈറ്റ് കഴിഞ്ഞതും ഹെക്ടറിനോട് മാറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാൻ കോച്ച് പറയുകയാണ്. മാറ്റ് മുമ്പ് ഒരു ഫൈറ്റിൽ പോലും പങ്കെടുത്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും കോച്ച് പറയുന്നത് അനുസരിക്കാതെ വയ്യല്ലോ. മാറ്റ് റിങ്ങിൽ കയറി. കോച്ച് പറഞ്ഞ പോലെ ശ്രമിച്ചെങ്കിലും മാറ്റിനൊന്നും സാധിച്ചില്ല. ഹെക്ടർ നല്ല രീതിയിൽ അവനെ മർദ്ദിച്ചു. ഒടുവിൽ കോച്ച് വിസിൽ മുഴക്കി കഴിഞ്ഞും ദേഷ്യം കൊണ്ട് മാറ്റ് ഹെക്ടറെ ഒരു ഇടി ഇടിച്ചപ്പോൾ അത് വലിയ തോതിൽ നെഗറ്റീവായി മാറ്റിനുമേൽ വീഴുകയും മാറ്റിനെ കോച്ച് ക്ലബിൽ നിന്ന് തന്നെ പുറത്താക്കുക പോലും ചെയ്തു. എല്ലാവരും പോയിട്ടും മാറ്റെന്ന് അവിടെ തളർന്നു കിടന്നു. ശേഷമായിരുന്നു അങ്ങോട്ടേക്ക് ബാൺസ് കടന്നു വരുന്നത്. ബാൺസ് മാറ്റുമായി സംസാരിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ മാറ്റിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. ആ സമയം മാറ്റ് മറ്റൊരു കാര്യം കൂടി തിരക്കി. ബാൺസ് എന്തിനാ തന്നെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നേ? ബാൺസിന്റെ മറുപടി വന്നു, പണ്ട് ബാൺസും മാറ്റിനെ പോലായിരുന്നത്രേ. ബുള്ളിയിങ്ങും എല്ലാം ബാൺസും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ ബാൺസ് ബോക്സിംഗ് പഠിച്ച് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിരവധി മത്സരങ്ങൾ ജയിക്കുകയും ചാമ്പ്യനാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ അങ്ങനെയുള്ള ബാൺസ് എന്തിനാ ഇപ്പൊ ഈ തൂപ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നേ എന്നായിരുന്നു മാറ്റിന്റെ മറുചോദ്യം. ബാൺസ് മറുപടി പറഞ്ഞു, ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ ബോക്സിംഗിൽ നിന്ന് കിട്ടുന്ന പണമൊന്നും പോരാതെ വന്നു. അങ്ങനാണ് ഫാമിലിക്ക് വേണ്ടി താൻ ഈ തൂപ്പുകാരനായത് എന്നായിരുന്നു ബാൺസിന്റെ മറുപടി. ബോക്സിംഗ് ഇപ്പോൾ തനിക്കൊരു ഫണ്ണിന് വേണ്ടിയുള്ള സംഗതി മാത്രമാണ് എന്നും ബാൺസ് കൂട്ടിച്ചേർത്തു. ബാൺസിന്റെ ചിന്തകളും ബാൺസിന്റെ പറച്ചിലും എല്ലാം തന്നെ മാറ്റിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാൺസിനോട് തന്നെ ട്രെയിൻ ചെയ്യാമോ എന്ന് മാറ്റ് ചോദിക്കുകയാണ്. അതോടെ ബാൺസും അതിന് തയ്യാറാകുന്നു. മാറ്റിനെ ബാൺസ് ബോക്സിംഗ് പഠിപ്പിക്കാൻ ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ക്ലാസ് കഴിഞ്ഞ് മാറ്റ് ബാൺസിന്റെ റൂമിലെത്തും. അവിടെ വെച്ച് ഇരുവരും ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസിനൊപ്പം എക്സസൈസ് കൂടുതൽ വർദ്ധിപ്പിക്കാനും മാറ്റിനോട് ബാൺസ് പറയുന്നുണ്ടായിരുന്നു. കാരണം പാവത്താൻ മാറ്റിന്റെ ഫിസിക്ക് അത്രത്തോളം സ്ട്രോങ് ആയിരുന്നില്ല. അത് സ്ട്രോങ് ആക്കി എടുക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അന്നൊരു ദിവസം അതിനുവേണ്ടി ഗ്രൗണ്ടിൽ ഇരുവരും ഓടാനിറങ്ങി. വളരെ പെട്ടെന്ന് തന്നെ മാറ്റ് അവശനാകുന്നുണ്ടായിരുന്നു. ബാൺസ് മാറ്റിനോട് കാര്യം ചോദിച്ചു. അപ്പോഴാണ് ബാൺസ് അത് മനസ്സിലാക്കുന്നത്. മാറ്റ് ഒരു ലുക്കീമിയ സർവൈവർ ആണ്. അതുകൊണ്ടായിരുന്നു അവന്റെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിച്ച് അമ്മ ബോക്സിംഗിലേക്ക് പോകാൻ അവനെ ഒരു തരത്തിലും അനുവദിക്കാതിരുന്നത്. തന്റെ മകൻ വളർന്ന് ഒരു ഡോക്ടറോ ലോയറോ മറ്റോ ആകും എന്നായിരുന്നു അവന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നതും. ബാൺസ് മാറ്റിനോട് സംസാരിച്ചു. ഇത്തരത്തിലാണെങ്കിൽ നിന്റെ അമ്മയെ കുറ്റം പറയാൻ സാധിക്കില്ലെന്നും അമ്മ പറയുന്നതിലും കാര്യമുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചെങ്കിലും മാറ്റിന്റെ ആഗ്രഹവും മനസ്സും മനസ്സിലാക്കി മാറ്റിന് കൃത്യമായ പാത ബാൺസ് കാണിച്ചു കൊടുക്കുകയാണ്. ലുക്കീമിയ സർവൈവർ എന്ന് പറഞ്ഞ് ഒന്നിൽ നിന്നും മാറ്റ് ഓടിമാറേണ്ട കാര്യമില്ല. എന്തും അവനാകുവാനും എന്തും അവന് നേടിയെടുക്കുവാനും സാധിക്കും. അമ്മയുടെ അനുഗ്രഹമില്ലെങ്കിൽ പോലും സ്വപ്നങ്ങൾ വിട്ടൊഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യം മാറ്റിനില്ല. നിനക്ക് വേണ്ട സഹായത്തിന് ഫൈറ്റർ ആവലാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അതിന് ഞാൻ നിന്റെ കൂടെയുണ്ടാകും. ബാൺസിന്റെ വാക്കുകൾ മാറ്റിനേറെ പ്രചോദനം പകരുന്നതായിരുന്നു. ബാൺസ് വീണ്ടും മാറ്റിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ബാൺസ് മാറ്റിന്റെ ബോക്സിംഗിൽ മാത്രമായിരുന്നില്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അവന്റെ ഫിസിക്കൽ അപ്പിയറൻസിലും ആരോഗ്യം വീണ്ടെടുക്കുന്നതിലും ആറ്റിറ്റ്യൂഡിലും ഒക്കെയും ചേഞ്ച് വരുത്തുവാൻ ശ്രമിച്ചു. അത് വലിയ തോതിൽ വർക്കാകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതൽ അടിപൊളിയായി മാറ്റ് കാണപ്പെട്ടു. ഹെക്ടറും കൂട്ടുകാരും ബുള്ളി ചെയ്യാനൊക്കെ ശ്രമിക്കുമെങ്കിലും അതൊന്നും ഹർട്ടാവാത്ത രീതിയിൽ മാറ്റ് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി. പക്ഷെ തുടർച്ചയായി ഇത് നടന്നപ്പോൾ ഹെക്ടറിനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാറ്റിനെ ട്രാപ്പ് ചെയ്യുവാൻ ഹെക്ടർ
ഹെക്ടർ തീരുമാനിച്ചു മാറ്റിനെ കോച്ച് വീണ്ടും ബോക്സിംഗ് ക്ലബിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന രീതിയിൽ പറയിപ്പിച്ച് മാറ്റിനെ അവൻ ബോക്സിംഗ് ക്ലബിലേക്ക് കൊണ്ടുവരികയാണ്. മാറ്റിനാണെങ്കിൽ സംശയം തോന്നിയതുമില്ല. ബോക്സിംഗ് ക്ലബിലേക്ക് എത്തിയ മാറ്റിനെ ഹെക്ടറും സംഘവും വളഞ്ഞിരുന്നു. മാറ്റിനോട് ഹെക്ടറിനെതിരെ ഫൈറ്റ് ചെയ്യാൻ റിങ്ങിൽ കയറാൻ കുട്ടികൾ ആവശ്യപ്പെട്ടു. വൈകാതെ അത്തരത്തിലൊരു അവസരവും ഒരുക്കി ഹെക്ടർ മാറ്റിനെ ശരിക്കും മർദ്ദിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ കാര്യങ്ങൾ വഷളാവുന്നതിന് മുമ്പ് ബാൺസ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഹെക്ടറിനോട് ഒക്കെ നിർത്തിക്കോളാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഹെക്ടർ ബാൺസിനെ അപമാനിക്കുകയും കളിയാക്കുകയും ഒക്കെയായിരുന്നു ചെയ്തത്. അതോടെ റിങ്ങിലേക്ക് കയറി ചെന്ന ബാൺസ് ഹെക്ടറെ ഒരു പാഠം പഠിപ്പിച്ചു. തൊട്ടു പിന്നാലെ കോച്ച് ഹാർവാർഡും അങ്ങോട്ടേക്ക് വന്നു. പക്ഷേ ഹാർവാർഡ് തന്റെ ഫോസ്റ്റർ ചൈൽഡായ ഹെക്ടറിന്റെ പക്ഷത്തായിരുന്നു നിന്നത്. പക്ഷേ ബാൺസ് നടന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ ബുള്ളിയിങ്ങിന്റെ പേരിൽ ഹെക്ടറിന് നല്ലൊരു ശിക്ഷ കിട്ടും. മാത്രമല്ല അതൊന്നും ശ്രദ്ധിക്കാതിരുന്ന കോച്ച് ഹാർവാർഡിന്റെ ജോലിയെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ കോച്ച് ഹാർവാർഡ് ബാൺസിനെ കാണാൻ എത്തുകയാണ്. ഹെക്ടർ ഇനി മാറ്റിനോട് അത്തരത്തിലൊന്നും പ്രവർത്തിക്കില്ലെന്നും ഇത്തവണത്തേക്ക് ഇത് വിട്ടുകളയണം എന്നും ബാൺസിനോട് ഹാർവാർഡ് ആവശ്യപ്പെടുന്നു. പക്ഷെ അതൊന്നും പറ്റില്ലെന്നും ഹെക്ടറും ഹാർവാർഡും തങ്ങൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നായിരുന്നു മാറ്റിന്റെ മറുപടി. ഹെക്ടറെ അങ്ങനെ പണിഷ് ചെയ്യാൻ പറ്റില്ലെന്നും ഹെക്ടറാണ് സ്കൂളിലെ സ്റ്റാർ ചാമ്പ്യൻ എന്നും അവന് സ്കൂളിന് ആവശ്യമുണ്ട് എന്നുമായിരുന്നു ഹാർവാർഡിന്റെ മറുപടി. അങ്ങനാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യാത്തതിനു പകരം തനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരണം എന്നായി ബാൺസിന്റെ വാദം. ഹാർവാർഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ബാൺസ് പറഞ്ഞു, AVA ഇവന്റിനു വേണ്ടി കുട്ടികളെ സെലക്ട് ചെയ്യുന്ന ഫൈറ്റിംഗ് മാച്ച് ഉണ്ടല്ലോ, അതിൽ മാറ്റിന് അവസരം കൊടുക്കണം. ഹെക്ടറിനെതിരെ പൊരുതുവാൻ അവനെ അനുവദിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായും ഇത് റിപ്പോർട്ട് ചെയ്യും എന്ന് ബാൺസ് പറയുകയാണ്. അതോടെ അല്പം ചിന്തിച്ച് ഹാർവാർഡ് അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു. താൻ അത്തരത്തിൽ ചെയ്യണമെങ്കിൽ മാറ്റിന്റെ പാരന്റ്സ് ഫൈറ്റിൽ പങ്കെടുക്കാൻ അവനെ അനുവദിക്കുന്ന ലെറ്റർ ആവശ്യമാണ്. അത് കൊണ്ടുവന്നാൽ താൻ അതിന് ഓക്കെയുമാണ്. മറുവശത്താകട്ടെ നടന്ന സംഭവങ്ങൾ കൊണ്ട് ബോക്സിംഗ് ഒക്കെ വിട്ടു പോകുവാൻ തന്നെ മാറ്റ് ചിന്തിച്ചു തുടങ്ങിയിരുന്നു. എന്തിനേറെ പറയുന്നു, ബാൺസിന് വരെ മാറ്റ് അവഗണിക്കാൻ ആരംഭിച്ചു. ബാൺസിനും അത് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാറ്റിനെ തിരിഞ്ഞ് ലൈബ്രറിയിലേക്ക് ബാൺസ് എത്തിച്ചേർന്നു. അവിടെ ഇരുന്ന മാറ്റിനടുക്കൽ മാറ്റിന്റെ പേര് മത്സരത്തിനായി താൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ബാൺസ് അറിയിച്ചു. അത് കേട്ടതും മാറ്റ് ഭയക്കുകയായിരുന്നു ചെയ്തത്. വേദിയിൽ തന്നെ കിട്ടിയാൽ ഹെക്ടർ തന്നെ ഇല്ലാതാക്കുമെന്ന് തന്നെ മാറ്റിന് തോന്നി. പക്ഷേ ബാൺസ് മാറ്റിനെ സമാധാനിപ്പിച്ചു. അവനെ ട്രെയിൻ ചെയ്ത് വിജയിപ്പിക്കുന്ന കാര്യം താനേറ്റു എന്ന് ബാൺസ് അവന് വാക്കുകൊടുക്കുകയായിരുന്നു. ബാൺസിന്റെ വാക്കുകൾ മാറ്റിനും അല്പം ആശ്വാസമേകി. എന്തായാലും ബാൺസ് നിർബന്ധിച്ചതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിനും മാറ്റ് തയ്യാറാവുകയാണ്. പിന്നീടുള്ള പരിശീലനം അത്രമേൽ കഠിനമായതായിരുന്നു. പതിയെ പതിയെ മാറ്റ് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി. ബാൺസും അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. മികച്ച ട്രെയിനിങ്ങിനൊക്കെ ശേഷം മത്സരത്തിൽ പങ്കെടുക്കാൻ പാരന്റ്സിന്റെ കൺസെന്റ് വേണം. അതിന് ഈ പേപ്പർ സൈൻ ചെയ്ത് കൊണ്ടുവരണം എന്ന് ബാൺസ് മാറ്റിനോട് പറയുകയാണ്. മാറ്റ് അതുമായി വീട്ടിലെത്തി. പക്ഷേ എങ്ങനെ പാരന്റ്സിന്റെ ഒപ്പ് വാങ്ങും എന്നവനൊരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ലെറ്ററിൽ കള്ളൊപ്പിടുകയാണ്. അമ്മ എന്തായാലും അതിന് സമ്മതിക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. അടുത്ത ദിവസം എക്സാം ഒക്കെ കഴിഞ്ഞ് മാറ്റ് ബാൺസിനെ കാണാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഇടത്തേക്ക് വന്നു. പക്ഷേ ബാൺസ് അവിടെ ഉണ്ടായിരുന്നില്ല. മാറ്റെന്ന് അവിടെ തനിയെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ശേഷം വീട്ടിലേക്ക് അവൻ മടങ്ങിയെത്തുമ്പോൾ അവിടെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. മാറ്റ് കള്ളൊപ്പിട്ട പേപ്പറും അവരുടെ പക്കൽ ഉണ്ടായിരുന്നു. അതോടെ തന്റെ കള്ളൊപ്പ് പിടിക്കപ്പെട്ടെന്നും അതാണ് പ്രശ്നമായിരിക്കുന്നത് എന്നും മാറ്റ് തിരിച്ചറിയുകയാണ്. വീട്ടിലൊരു സീൻ തന്നെ നടന്നു. സ്റ്റെപ്പ് ഫാദറും അമ്മയും മാറ്റിനെതിരെ തിരിഞ്ഞ് കള്ളൊപ്പിട്ടതിനൊക്കെ അവനെ രൂക്ഷമായി വിമർശിച്ചു. മാത്രമല്ല ഹോം റൂം ടീച്ചറിൽ നിന്നും ഒരു കാര്യം കൂടി അവനറിഞ്ഞു. മാറ്റിനെ അനുവാദമില്ലാതെ ട്രെയിൻ ചെയ്ത് ബാൺസിനെ സ്കൂളിലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ളതുകൂടിയായിരുന്നു അത്. അത് കേട്ടതും മാറ്റിന്റെ നിയന്ത്രണം വിട്ടു. താൻ കാരണം നിരപരാധിയായ ബാൺസ് ശിക്ഷിക്കപ്പെട്ടല്ലോ എന്നൊക്കെയായിരുന്നു അവൻ ചിന്തിച്ചത്. പാരന്റ്സിനോടും മറ്റും അവൻ തട്ടിക്കയറി. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വെച്ച് അവനവരെ ചോദ്യം ചെയ്തു. അതോടെ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ബോക്സിംഗിൽ മാറ്റിനെ പങ്കെടുപ്പിക്കാൻ അനുവാദം അവർ കൊടുക്കുകയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. മാറ്റിനെ കോച്ച് ചെയ്യേണ്ടത് ഒരിക്കലും ഇനി ബാൺസ് ആവരുത്. പക്ഷേ മാറ്റ് അതിന് സമ്മതിച്ചില്ല. ഹാർവാർഡിനേക്കാൾ മികച്ച രീതിയിൽ ബോക്സിംഗ് മാറ്റിന് അറിയാമെന്നും മാറ്റിന് അടുക്കലെ താൻ ട്രെയിൻ ചെയ്യൂ, അദ്ദേഹമാണ് തന്റെ മെന്റർ എന്നൊക്കെ മാറ്റ് ആവർത്തിച്ചു. ദേഷ്യത്തിൽ മാറ്റ് എന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരുകയാണ്. ബാൺസിനെ തിരഞ്ഞു ചെന്ന മാറ്റ് എത്തിച്ചേർന്നത് തീരത്തേക്കായിരുന്നു. സ്കൂളിലെ ജോലി നഷ്ടപ്പെട്ട ബാൺസ് ബോട്ട് ക്ലീൻ ചെയ്യുന്ന ജോലിയിലേക്ക് തിരിഞ്ഞിരുന്നു. മാറ്റ് ബാൺസിനെ കണ്ട് സംസാരിച്ചു. താൻ കാരണം ബാൺസിന്റെ ജോലി നഷ്ടപ്പെട്ടതിന് അവൻ ക്ഷമ ചോദിച്ചു. തുടർന്നുള്ള സംസാരത്തിൽ വീട്ടുകാർ ബോക്സിംഗിന് സമ്മതിച്ചെന്നും പക്ഷെ ബാൺസിന്റെ സഹായമില്ലാതെ തനിക്കത് പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നും മാറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ബാൺസ് മാറ്റിനോട് അതിനെ തിരുത്തുകയായിരുന്നു ചെയ്തത്. തന്റെ സഹായമില്ലാതെ വേണം ഇനി മാറ്റ് പ്രിപ്പയർ ചെയ്യുവാൻ. വേദിയിൽ
റിങ്ങിനകത്ത് കയറി മാറ്റിനെ പരിശീലിപ്പിക്കാനോ സഹായിക്കാനോ തനിക്ക് സാധിക്കില്ല. അതിനുവേണ്ടി മാറ്റ് തയ്യാറെടുക്കണം. കിട്ടിയ ഈ അവസരം മാറ്റ് പാഴാക്കരുത്. ഏറ്റവും ഒടുവിൽ തുടർന്നുള്ള സംസാരത്തിൽ നിന്ന് മാറ്റ് ഒരു കാര്യം മനസ്സിലാക്കി. മാറ്റിന്റെ പേടി ബാൺസ് കൂടെയില്ല എന്നുള്ളതല്ല, മറിച്ച് ഹെക്ടറോടുള്ള ഭയമാണ്. ബാൺസ് അവനോട് പറഞ്ഞു, ഇതാണ് ആ ഹെക്ടറും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നീ എന്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം അവൻ സ്കൂളിൽ അറിയിച്ചത്. നീ ഫൈനലിൽ അവനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഉണ്ടാവരുത്, നീ പേടിക്കണം എന്നവൻ ആഗ്രഹിക്കുന്നു. അവന് പോയി എളുപ്പത്തിൽ കിരീടം ചൂടാമല്ലോ. ബാൺസിന്റെ വാക്കുകൾ മാറ്റിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ബാൺസ് തുടർന്നും യാഥാർത്ഥ്യങ്ങളും ബോക്സിംഗിലെ കാര്യങ്ങളും മാറ്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവസരം കൃത്യമായി വിനിയോഗിക്കാൻ അവനെ ഉപദേശിച്ചു. ബാൺസിൽ നിന്നും കൂടുതൽ പ്രചോദനം കിട്ടിയ മാറ്റ് ധൈര്യത്തോടെ അന്നവിടെ നിന്ന് പോരുകയാണ്. നാളുകൾ കടന്ന് ഒടുവിൽ മത്സരത്തിന്റെ ദിവസമെത്തി. ഫൈറ്റ് കാണുവാൻ മാറ്റിന്റെ ഫാമിലിയും ഫ്രണ്ട്സും എന്തിനേറെ പറയുന്നു മാറ്റിന്റെ മുത്തച്ഛൻ വരെ വന്നെത്തിയിരുന്നു. മാറ്റാകട്ടെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഹെക്ടറും ജോയും വന്ന് മാറ്റിനെ മെന്റലി തകർക്കാനും മറ്റും ശ്രമിച്ചു. പക്ഷേ ബാൺസിന്റെ വാക്കുകൾ ഓർത്ത് അവൻ ധൈര്യം കൊണ്ടുകൊണ്ടിരുന്നു. വൈകാതെ മത്സരത്തിന് അവർ വിളിക്കപ്പെടുകയാണ്. മത്സരം കാണുവാൻ ബാൺസും കാണികൾക്കിടയിൽ എത്തിച്ചേർന്നിരുന്നു. മാറ്റും ഹെക്ടറും ഫൈറ്റിനായി വേദിയിലേക്ക് കയറി. 3 മിനിറ്റാണ് ഫൈറ്റ് നീണ്ടു നിൽക്കുക. 1 മിനിറ്റ് നീളുന്ന 3 റൗണ്ടുകൾ. അതിൽ കൂടുതൽ റൗണ്ടുകൾ വിജയിക്കുന്നയാൾ മത്സരത്തിൽ വിജയിയാകും. ഫൈറ്റ് ആരംഭിച്ചു. ആദ്യത്തെ 2 റൗണ്ടുകളിലും ഹെക്ടർ മുന്നിട്ട് നിന്നു. പക്ഷേ 2ാം റൗണ്ടിൽ വിസിലടിച്ച ശേഷവും ഹെക്ടർ മാറ്റിന് ഒരു ഇടി കൊടുത്തു. മാറ്റ് അവശതയിൽ താഴെ വീണു. അത് കണ്ട് മാറ്റിനെ സഹായിക്കാൻ ഗ്രാൻഡ് ഫാദറും ബാൺസും അടുത്തേക്ക് ഓടിച്ചെന്നു. ഗ്രാൻഡ് ഫാദർ തനിക്കറിയാവുന്ന ടിപ്പുകൾ മാറ്റിന് പറഞ്ഞുകൊടുത്തു. ബാൺസ് വന്ന് എങ്ങനെ എതിരാളിയെ നോക്കൌട്ട് ചെയ്യണം എന്ന് താൻ പഠിപ്പിച്ച കാര്യങ്ങൾ മാറ്റിനെ ഓർമ്മിപ്പിച്ചു. അതിനുവേണ്ട ട്രിക്കുകളും പറഞ്ഞു നൽകി. അടുത്ത റൗണ്ട് ആരംഭിച്ചു. ഫൈറ്റ് തുടങ്ങി. പക്ഷേ അതിൽ മാറ്റ് കൂടുതൽ കരുത്തോടെ പറഞ്ഞുകൊടുത്ത ട്രിക്കുകൾ ഉപയോഗിച്ച് പൊരുതുകയും എതിരാളി ഹെക്ടറെ നല്ലൊരു പഞ്ചിലൂടെ നോക്കൌട്ട് ചെയ്ത് വീഴ്ത്തുകയുമാണ്. ഏവരും അതിശയിച്ചൊരു മുഹൂർത്തമായിരുന്നു അത്. ഏവരും കൈയടിച്ചു. ബാൺസ് റിങ്ങിലേക്ക് കയറി വന്ന് മാറ്റിനെ പൊക്കി സന്തോഷം പ്രകടിപ്പിച്ചു. ഒടുവിൽ ജഡ്ജസ് റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ്. നിർഭാഗ്യവശാൽ വിജയിച്ചത് ഹെക്ടർ ആയിരുന്നു. ആ മത്സരത്തിന്റെ നിയമപ്രകാരം നോക്കൌട്ട് ചെയ്താൽ അതൊരു റൗണ്ടിലെ വിജയമായി പരിഗണിക്കുകയുള്ളൂ. 3 റൗണ്ടിൽ 2 റൗണ്ടിൽ മേൽക്കൈ നേടിയത് ഹെക്ടർ ആയിരുന്നല്ലോ. അതുകൊണ്ട് അവൻ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ എന്നിരുന്നാലും മാറ്റിനെ തേടി മറ്റൊരവസരം എത്തിയിരുന്നു. ഹെക്ടർ ആ കൊല്ലം സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റായി പോകും. ആ സ്ഥാനത്തേക്ക് സ്കൂളിന് പരിഗണിക്കുന്നത് മാറ്റിനെയാണെന്ന് കോച്ച് അനൗൺസ് ചെയ്തു. ഒക്കെ ഭംഗിയായി പൂർത്തിയായതും മാറ്റിനോട് യാത്ര പറഞ്ഞ് ബാൺസ് തന്റെ ജീവിതത്തിലേക്ക് നടന്നു നീങ്ങി. നല്ലൊരു പൊസിഷനിൽ മാറ്റിനെ കാണാനെത്തും എന്ന പ്രതീക്ഷ മടങ്ങുമ്പോൾ ബാൺസിനുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.